SKSF അത് എവിടെ നോക്കിയാലും നമുക്ക് ഈ SKSFന്റെ മക്കളുടെ പ്രവർത്തനവും അവർക്ക് ആദർശത്തിലുള്ളതായ ശക്തമാവുന്ന അവരുടെ വിശ്വാസം, ആദർശത്തിന് വേണ്ടി ആദർശം വേണ്ട എന്ന് പറയാൻ പാടില്ല. ആദർശം വേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദീൻ ഇവിടെ വേണ്ട എന്നുള്ളതാണ്. ദീൻ എന്ന് പറഞ്ഞാൽ ഈ ആദർശമാണ്. വിശുദ്ധ ദീൻ എന്ന് പറഞ്ഞത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളാണ്. ആ ആദർശത്തിന് അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷ്യം അത് തന്നെയാണ്. പല ലക്ഷ്യങ്ങളുണ്ട്. വിദ്യാഭ്യാസപരമായുള്ളതായ ഉന്നതക്ക് വേണ്ടി പ്രവർത്തിക്കണം. അത് ഭൗതികമാവുന്ന ശരീഅത്ത് എതിർക്കാത്ത ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ അങ്ങനെ ചാരിറ്റി, സാംസ്കാരികം, ആരോഗ്യം, അങ്ങനത്തെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കണം. അതൊക്കെ ദീനിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഏതൊരു പ്രസ്ഥാനത്തിന്റെ ആളുകളും ആ പ്രസ്ഥാനവുമായി കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെത്ര വലിയവരാണെങ്കിലും അവർക്കുള്ളതായ മുൻഗാമികൾ അതിൽ സ്വീകരിച്ചതായ എന്തെല്ലാം മാനദണ്ഡങ്ങളുണ്ടോ ആ മാനദണ്ഡങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അത് വിജയിക്കും. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുൻകഴിഞ്ഞതായ അമ്പിയാക്കന്മാരുടെ ആ രീതികൾ മുഴുവനും നബിയെ തങ്ങൾ പിൻപറ്റണം. അവരുടെ സ്വഭാവ ഗുണങ്ങൾ നബിയെ തങ്ങളിൽ ഉണ്ടാവണം. അവരെ പ്രബോധന ശൈലി മനസ്സിലാക്കിക്കൊണ്ട് ആ ശൈലിയിലാവണം നബിയെ തങ്ങൾ എന്നുള്ള ഒരു കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ചു. മറ്റുള്ള പ്രവാചകന്മാരെക്കാളൊക്കെ എത്ര ഉന്നതനാണ്, എന്തെല്ലാം നിലക്കുള്ള ഖുസൂസിയാത്തുകളെ കൊണ്ട് അള്ളാഹു പ്രത്യേകമാക്കപ്പെട്ട ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും ഏതൊരു സംഘടനയാണെങ്കിലും ആ സംഘടനയുടെ വക്താക്കൾ അതിന്റെ പൂർവികരാവുന്നതായ അയിമ്മത്ത് മശായിഖന്മാർ അവര് സ്വീകരിച്ചതായ ആ നിലപാടിൽ നിന്ന് ഒരു അണുമണി തൂക്കം വ്യതിചലിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ വ്യതിചലിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനം അത് സ്വീകാര്യമായ പ്രവർത്തനമല്ല. അതിന്റെ മുൻഗാമികളായ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നതുമല്ല. അവരുടെ ആ തൃപ്തിയിലാവണം നിങ്ങളെ പ്രവർത്തനം. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇതിവിടെ സ്ഥാപിച്ച അതിന്റെ മുൻഗാമികളാവുന്ന പണ്ഡിതന്മാർ, ഞാൻ ആദ്യം വിശേഷിപ്പിക്കപ്പെട്ട മഹാന്മാർ, അവർക്ക് ഒരു പ്രത്യേകമാവുന്നതായ ഒരു ശൈലിയും അവർക്ക് പ്രത്യേകമാവുന്നതായ ചില ഉപദേശങ്ങൾ നമ്മളോട് നൽകിയതും അവർ വരച്ചു തന്നതായ ഒരു ശരിയായ റൂട്ടും നമ്മളെ മുന്നിലുണ്ട്. അതിന്ന് ഒരു നിലക്കും വ്യതിചലിക്കാതെ പ്രവർത്തിച്ചാലേ നമ്മളെ പ്രവർത്തനം എന്താവുള്ളൂ, വിജയിക്കും. അങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നും ഈ കാണുന്ന പ്രൗഢിയോടുകൂടിയും അത് ഇവിടെ തല ഉയർത്തി നിൽക്കാനുള്ള കാരണം. കണ്ടില്ലേ, അതിൻ്റെ തഹയ്യ പിരിവ് അത് ഇപ്പോൾ ഏകദേശം 30ഓളം അടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 24, 27, 28 ആയിന്നാ. അപ്പൊ അതൊക്കെ ജനങ്ങളെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംഘടനയോടുള്ളതായ ബഹുമാനവും ആദരവൊക്കെ അള്ളാഹു ഇൽഖാഹ് ചെയ്തു കൊടുക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മഹാന്മാരാവുന്ന നമ്മളെ മശായിഖന്മാര്, നമ്മളെ അസാത്തിദത്ത്, ഇതിന് നേതൃത്വം നൽകിയതായ ആളുകൾ, അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നും വഹി സ്വീകരിച്ചത് റസൂലുള്ളാഹിന്റെ ഈ ബാഹ്യമായി കാണപ്പെടുന്ന ശരീരം കൊണ്ടല്ല. അത് ആ മുഖദ്ദസത്താവുന്നതായ ആ റൂഹ് കൊണ്ടായിരുന്നു, ആത്മാവ് കൊണ്ടായിരുന്നു. നബി വഹീനെ സ്വീകരിച്ചത്, വഹീനെ കേട്ടത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇതൊക്കെ നബിയുടെ ആ വിശുദ്ധമായ ആത്മാവ് കൊണ്ട്. അപ്പൊ ആത്മാവിനെ നമ്മൾ വിശുദ്ധമാക്കാൻ വേണ്ടി ശ്രമിക്കണം. ആത്മാവിനെ വിശുദ്ധമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴേ ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സാധിക്കുള്ളൂ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ. അപ്പൊ നമ്മളെ പ്രവർത്തനങ്ങൾക്ക് ബാഹ്യമാവുന്നതായ എന്തെങ്കിലും നിലക്കുള്ള ഭൗതികമായ നേട്ടങ്ങൾ മുൻനിർത്തിക്കൊണ്ടാവരുത് നമ്മളെ പ്രവർത്തനം. ആ നിലക്ക് പ്രവർത്തിച്ചാലേ നമ്മളെ പ്രവർത്തനങ്ങൾ വിജയിക്കുകയുള്ളൂ. അപ്പൊ SKSF എന്നത് നമുക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടനകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടനയിൽപ്പെട്ട ഒരു സംഘടന തന്നെയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നതിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാ ഉപസംഘടനകളും, എല്ലാ സംഘടനകളും. അങ്ങനെ ആവണം. എന്നാലേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അത് ഉപസംഘടന അല്ലെങ്കിൽ അതിൻ്റെ ഒരു കീ ഘടകം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ.
ആ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായ അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഉലായിക്കല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദീ എന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ ഈ പ്രവർത്തനം ഇന്നലേക്ക് വിജയിക്കാനുള്ളതായ കാരണം SKSF അത് എവിടെ നോക്കിയാലും നമുക്ക് ഈ SKSFന്റെ മക്കളുടെ പ്രവർത്തനവും അവർക്ക് ആദർശത്തിലുള്ളതായ ശക്തമാവുന്ന അവരുടെ വിശ്വാസം, ആദർശത്തിന് വേണ്ടി ആദർശം വേണ്ട എന്ന് പറയാൻ പാടില്ല. ആദർശം വേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദീൻ ഇവിടെ വേണ്ട എന്നുള്ളതാണ്. ദീന് എന്ന് പറഞ്ഞാൽ ഈ ആദർശമാണ്. വിശുദ്ധ ദീൻ എന്ന് പറഞ്ഞത് ഒരു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളാണ്. ആ ആദർശത്തിന് അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷ്യം അത് തന്നെയാണ്. പല ലക്ഷ്യങ്ങളുണ്ട്. വിദ്യാഭ്യാസപരമായുള്ളതായ ഉന്നതക്ക് വേണ്ടി പ്രവർത്തിക്കണം. അത് ഭൗതികമാവുന്ന ശരീഅത്ത് എതിർക്കാത്ത ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ അങ്ങനെ ചാരിറ്റി, സാംസ്കാരികം, ആരോഗ്യം, അങ്ങനത്തെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കണം. അതൊക്കെ ദീനിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതിൽ നിന്നൊക്കെ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് നമ്മളെ വിശ്വാസം, നമ്മൾക്കുള്ളതായ കർമ്മങ്ങൾ, നമ്മളെ ആചാരങ്ങൾ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് എങ്ങനെയാണോ കാണിച്ചു കൊടുത്തത് ആ റൂട്ടിൽ കൂടി മാത്രം അത് സംരക്ഷിക്കുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഇന്ന് മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബിൻ്റെ ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് ഒരവസരത്തിൽ പറഞ്ഞു, യൂഷിക്കു അൻ തഖരിബൽ ഖുറാൻ, എല്ലാ പ്രദേശങ്ങളും അത് നാശമാവാൻ അടുത്തായിട്ടുണ്ട്. എത്തരത്തിൽ വയ്യ ആമിറത്തുൻ, അവിടെ ധാർമ്മികമായി, സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായുള്ള എല്ലാ മുന്നേറ്റത്തിനും ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ രാജ്യങ്ങളൊക്കെ നോക്കിയാൽ അതൊക്കെ ധാർമ്മികമായുള്ള അധപതനത്തിലേക്കാണ് അതിൻ്റെ പോക്ക്. അപ്പോൾ ഉമർ ബിൻ ഖത്താബിനോട് ചോദിക്കപ്പെട്ടു, വകൈഫ, എങ്ങനെയാ അങ്ങനെ ആവുക? ധാർമ്മികമായുള്ളതായ പ്രവർത്തനങ്ങൾ നടക്കണം, സാംസ്കാരികമായുള്ള ആ പ്രവർത്തനങ്ങൾ നടക്കണം, മറ്റ് ആരോഗ്യകരമായ പ്രവർത്തനങ്ങൾ നടക്കണം, മറ്റ് രാജ്യത്തിന് ആവശ്യമാവുന്ന മറ്റുള്ള വികസനങ്ങൾ എന്തെല്ലാം ഇതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാ അത് മോശമാവുക എന്ന് ചോദിച്ചു. അപ്പം മൂപ്പര് പറഞ്ഞത്, മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഇദാ അലാ ഫുജാറുഹ അബ്റാറഹ, ഓരോ പ്രദേശങ്ങൾക്കും അവിടുത്തെ തമ്മാടികൾ അവിടെയുള്ള നല്ല ആളുകളെക്കാൾ അവർ ആധിപത്യം ചെലുത്തുക, എന്നിട്ട് അവരെ കയ്യിലാവുക ഭരണം. വസാദൽ ഖൗമ മുനാഫിഖൂഹും, അവരിൽ നിന്നുള്ളതായ മുനാഫിഖീങ്ങളാവുന്ന ആളുകൾ ജനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുക. ഇങ്ങനത്തെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിവിടെ എത്ര വഴുതുണ്ടായിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞത്. വഴുത് ഇല്ലാത്തതുകൊണ്ടാണോ? ഇവിടെ മറ്റുള്ളതായ നിലക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങളില്ലാത്തതുകൊണ്ടാണോ? പഴയ കാലത്തൊക്കെ റമദാനിക്ക് ഒരു വഴുതയുണ്ടാവും, അല്ലെങ്കിൽ പള്ളിക്ക് വയസ്സിലും വല്ല പിരിവിന് ആവശ്യം ഉണ്ടെങ്കിലും വഴുത. നമ്മൾ എല്ലാ വക്തിലും പള്ളിയിൽ നിന്ന് വഴുതാണ്, എല്ലാ സ്ഥലത്തും സ്ഥാപനങ്ങളാണ്, എല്ലാ ദിവസവും വഴുതാണ്, എല്ലാ ദിവസവും സമ്മേളനം ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് വയ്യ ആമിറത്തുൻ, ആത്മീയ പുരോഗതിക്ക് ആവശ്യമായതും അല്ലാത്തതുമാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ എന്താണ് നാശമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് നാശം സംഭവിക്കുന്നതെന്ന് ചോദിച്ച മൂപ്പര് പറഞ്ഞത്, ഇദാ അലാ ഫുജാറുഹ അബ്റാറഹ, നല്ലവരേക്കാൾ തമ്മാടികൾക്ക് ആധിപത്യം ഉണ്ടായിത്തീരും. ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആത്മീയമായുള്ള ഉയർച്ചയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ ഉയർച്ച ഉണ്ടാക്കിക്കൊണ്ട് നാട്ടിലേക്ക് നമ്മൾ നേതൃത്വം നൽകണം. അങ്ങനെ നേതൃത്വം നൽകിയാലേ ഈ രാജ്യത്തിന് നമുക്ക് അതിനെ ആത്മീയമായ ഉയർച്ചയിൽ കൂടി അതിനെ വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ആ നിലയ്ക്ക് കുട്ടികളാവുന്ന നിങ്ങളൊക്കെ നിങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ കഴിയുന്നതും നിങ്ങൾ ഇസ്തിഖാമത്ത് എന്ന ആ ഉന്നതമാവുന്ന സ്വഭാവങ്ങളെ പൂർണ്ണമായി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, അങ്ങനെയല്ലേ ഇസ്തഖീമു വലം തുത്തീഖൂന, അത് പൂർണ്ണമായി ഉണ്ടാക്കാൻ ചിലപ്പോൾ സാധാരണക്കാർക്ക് കഴിഞ്ഞോണമെന്നില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. പക്ഷെ കഴിയണത്ര അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. അങ്ങനെ നല്ല ആളുകളുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇദാ കുൻത ഫീ ഖൗമിൻ ഫസാഹിബ് ഖിയാറഹും വഇൻ തസ്ഹബിൽ അർദ ഫതർദ മഅർ റദീന, എവിടെയാണെങ്കിലും നല്ല ആളുകളോട് കൂടിയുള്ള സഹവാസം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. മോശമായവരോട് സഹവസിച്ചു കഴിഞ്ഞാൽ അവരെ കൂടെ നീ എന്താകും അധപതിച്ചു പോകുന്നു. അപ്പം ആ നിലക്ക് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചാൽ എല്ലാ നിലക്കുള്ള ഉന്നതിയും ഉയർച്ചയും ഒക്കെ നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ നമ്മൾക്ക് സാധിക്കും.
ആ നിലക്ക് നമ്മളൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ 100-ാം വാർഷികം അതിവിടെ നടത്തപ്പെടാൻ പോവുകയാണ്. അപ്പം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പോ അതിനു വേണ്ടിയുള്ള പ്രവർത്തനം ആവണം ഇനി നിങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവണത്. ആ നിലക്ക് ആ സംഭവം ഒരു ചരിത്ര സംഭവം, ആ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ദുബായിൽ നമ്മൾ നടത്തിയ സമ്മേളനം പോലെ അതിനെ എല്ലാവരും പ്രശംസിച്ചു. പലരും കാണുമ്പോഴൊക്കെ ആ സമ്മേളനത്തിൻ്റെ ആ ഗുണമാണ് എടുത്തു പറഞ്ഞത്. അപ്പം എന്നതുപോലെ നമ്മൾ ആ നിലക്ക് സമ്മേളനം ഒരു വലിയ ഓമ്പിച്ച വിജയമാക്കണം. അതിനുള്ള പ്രവർത്തനം നിങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇത് നമ്മളുടെ അഭിമാനകരമായ ഒരു സംഘടനയാണത്. ആരെ മുന്നിൽ നമുക്ക് നിവർന്നെന്ന് പറയാം. നീ ആരാന്ന് ചോദിച്ചാൽ ഞാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കുള്ളതായ ഈ ആവേശവും നിങ്ങൾക്കുള്ള ഈ ഊർജ്ജമൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ നിലക്കനെ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിട്ട് വളരണം. പക്ഷേ ആത്മീയ അധിഷ്ഠിതമാവുന്ന ജീവിതം നിങ്ങൾ നയിക്കണം എന്നും നിങ്ങളോട് പ്രത്യേകമായും കൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട്